Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wa sallallahu wa sallam ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in amma ba'd. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചതനുസരിച്ച് രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ 10 ദിവസങ്ങൾ അവസാനിക്കാൻ കുറഞ്ഞ ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. റമദാൻ ഏറെ അനുഗ്രഹീതമാണ്. വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ, അതും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ദരിദ്രരും അഗതികളും സാധുക്കളും പ്രയാസപ്പെടുന്നവരും രോഗികളുമൊക്കെ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ. ഇപ്പം നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തകരൊക്കെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ രോഗികളോടൊപ്പം അവരെ പരിചരിക്കുന്നതിന് നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാരടക്കം നൂറുകണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും നോമ്പ് തുറക്കാനുള്ളതും പിന്നീട് അവർക്ക് നോമ്പെടുക്കുന്നതിനാവശ്യമായ ഭക്ഷണവും നൽകുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷമായി ISM ശ്രീമൂലനഗരം യൂണിറ്റ്. കഴിഞ്ഞ 3 കൊല്ലം പിന്നിട്ടു നമ്മുടെ കൊച്ചിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏതാണ്ട് 160-200 താഴെ ആളുകൾക്കാണ് ആ ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ കേരളത്തിലെ മിക്ക ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മെഡിക്കൽ കോളേജിലൊക്കെ സന്നദ്ധ ഇസ്ലാമിക പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിട്ട് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്. ഇത്രയും വലിയൊരു പുണ്യകർമ്മം വേറൊന്നില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അംർ ബിൻ അബ്സ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നത് അയ്യുൽ ഇസ്ലാമി അഫ്ളലു, ഇസ്ലാമിൽ ഏറെ ശ്രേഷ്ഠമായ കാര്യം എന്താകുന്നു? അതിൻ്റെ പരസ്പരമുള്ള ബന്ധം നോക്കണം ആ പറയുന്ന മറുപടി. അതിൽ അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞത് അഫ്ഷുസ്സലാം, സലാം വ്യാപിപ്പിക്കലാണ്. പടച്ചവൻ നിന്നെ അനുഗ്രഹിക്കട്ടെ, പടച്ചവൻ നിന്നെ രക്ഷിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. സലാം എന്ന് പറഞ്ഞാലുള്ള അർത്ഥം അതാണ്. അതിൽ നിന്നാണല്ലോ ഇസ്ലാം വരുന്നത്, മുസ്ലിം എന്ന വാക്ക് വരുന്നതൊക്കെ ആ പദത്തിൽ നിന്നാണ്. അപ്പോൾ ഒന്നാമത്തത് അതാണ്, മനുഷ്യർ പരസ്പരം കണ്ടാൽ മിണ്ടുന്നവരാകണം, മിണ്ടാൻ ആഗ്രഹിക്കുന്നവരാകണം. അങ്ങനെ മിണ്ടണമെങ്കിൽ മുഖത്തോട് നോക്കണം. നമുക്ക് ആവശ്യത്തിനപ്പുറം ഉപയോഗം വർദ്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യത്തിനല്ല അത് ഉപയോഗിക്കുന്നത്, മൊബൈൽ അതിനപ്പുറം ചില കാര്യങ്ങൾക്കായപ്പോൾ എല്ലാവരുടെയും ഇപ്പം നമ്മുടെ കഴുത്ത് 15 ഡിഗ്രി താഴോട്ട് താഴ്ന്നാൽ 18 കിലോ ഭാരം തലയിൽ വരുമെന്നാണ്. 30 ഡിഗ്രിയാണ് താഴ്ത്തുന്നത് എങ്കിൽ 22 കിലോ ഒരു ഭാരം പിരടിയുടെ ഭാഗത്ത് ചുമക്കുന്ന അവസ്ഥയാണ്. എത്ര മണിക്കൂർ ഇരിക്കും? നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ, ഞാനൊക്കെയാണല്ലോ അതിനകത്ത് വളരെ പുറകിലുള്ള ആൾ. എന്നിട്ടും പ്രായഭേദമന്യേ എത്രയോ മണിക്കൂറുകൾ അതിനുപയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വരുന്നവരെ കാണുന്നില്ല, പോകുന്നവരെ കാണുന്നില്ല, കുടുംബത്തിൽ മാതാപിതാക്കളെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, അങ്ങനെ ഒരുപാട് തകരാറുകൾ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോവല്ല.
രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇത്ആമുത്തആം, ഭക്ഷണം ഊട്ടുക, ഭക്ഷിപ്പിക്കുക. അതിങ്ങനെ വലിച്ചെറിയുന്ന രീതിയല്ല, വളരെ സൗമ്യമായും ആദരവോടും ഒരു സാധുവിനെ സൽക്കരിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ മതത്തെ നിരസിക്കുന്ന ഒരു രീതിയെ പരാമർശിക്കുന്നുണ്ട്. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവർ, നിരസിക്കുന്നവർ, അവഗണിക്കുന്നവർ, തള്ളിപ്പറയുന്നവർ, അങ്ങനെയുള്ളവരെ നീ കാണുന്നില്ലേ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥരോട് പരുക്കമായി പെരുമാറുന്നവനാണവർ. പരുക്കതയോടുകൂടിയുള്ള സംഭാഷണം, സമീപനം, സ്വഭാവം, സഹവാസം, നടപടി എന്നൊക്കെ അർത്ഥം. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക്, ഗതിയില്ലാത്തവർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുന്നില്ല. ഭക്ഷണം നൽകലും ബാധ്യതയാണ്, അതിന് ജനങ്ങളെ പ്രേരിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദ്, നമ്മളതിൻ്റെ ആദ്യ ഭാഗം ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് 2 കണ്ണ് ഞാൻ തന്നില്ലേ? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. എന്നിട്ട് ഖുർആൻ ചോദിച്ചത് ഫലഖ്തഹമൽ അഖബ, എന്തുകൊണ്ടൊരു ഭാരം നീ ഏറ്റെടുക്കുന്നില്ല? ഒരൽപ്പം പ്രയാസം സഹിക്കാൻ എന്താ സന്നദ്ധമാകാത്തതെന്ന്. അതെന്താണെന്ന് നിനക്കറിയുമോ? ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മക്റബ ഔ മിസ്കീനൻ ദാ മത്രബ. മത്രബ എന്നൊക്കെ പറഞ്ഞാൽ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് വയറ് മണ്ണിലേക്ക് മുട്ടുന്ന കൂന് സംഭവിക്കലാണ്. തുറാബാണ് ആ പറഞ്ഞത്. അതിൻ്റെ വിശപ്പിൻ്റെ ആധിക്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. സൂറത്തുൽ ഫജ്ർ, അവിടെ ഭക്ഷണം നൽകാനാണ് കൽപ്പിച്ചത്. കല്ല, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല, നിങ്ങൾ മനസ്സിലാക്കിയതും അല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് കല്ല ബല്ലാ തുക്രിമൂനൽ യതീം, അനാഥ കുട്ടികളെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല. അവർക്കൊരു കെട്ടിടം ഉണ്ടാക്കി, അനാഥ മന്ദിരം ഉണ്ടാക്കിയില്ല എന്നോ, അങ്ങനെ അവർക്ക് ഉടുപ്പ് മേടിച്ചു കൊടുത്തില്ല എന്നൊന്നും അല്ല വിഷയം. നിങ്ങളവരെ ബഹുമാനിക്കണം. അത് ഈ തലയെടുപ്പുള്ള, തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന, ധാർഷ്ട്യതയുള്ള, സമ്പന്നരായ, അധികാരികളായ, സൗകര്യമുള്ള, സ്ഥാനമാനങ്ങളുള്ള ആളുകളോടൊക്കെ ഇത് പറഞ്ഞാൽ കേൾക്കാൻ പോലും അവർ നിൽക്കില്ല. പിന്നെ അനാഥ കുട്ടികളെയല്ലേ ഇനി ഞങ്ങൾ ബഹുമാനിക്കണേ? ഞങ്ങൾ വരുമ്പോൾ അവരെഴുന്നേറ്റ് നയിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ കാലത്തിൻ്റെ മാറ്റം. അവിടെയാണ് ഏതാണ്ട് അനാഥശാല നടത്തിപ്പുകാർ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആ കുഞ്ഞു കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്ന് വാക്കൈ പൊത്തി നിൽക്കണമെന്നാണ് ഓർഡർ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷമിക്കുക. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് അഗതികൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുകയും നിങ്ങൾ ചെയ്യുന്നില്ല. അതിനാണ് പ്രചോദനം നൽകേണ്ടത്. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല, അതിന് പ്രേരണ നൽകുന്നില്ല, പ്രചോദനം നൽകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തോരം കിട്ടിയാലും നിങ്ങളുടെ വയറ് നിറയുന്നുമില്ല. വാരി വലിച്ചാൽ തിന്നണത്. അതെന്തോരുമാണ് കൂട്ടം കൂട്ടമായിട്ട് നിങ്ങൾ കഴിക്കുന്നത്. ഇതാണ് ഖുർആനിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. ഒന്ന്, മനുഷ്യർ പരസ്പരം കാണാനും മിണ്ടാനും ചിരിക്കാനും നോക്കാനും കഴിയുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിമുകളെങ്കിലും മാറണം. ഇന്ന് 20 ദിവസമായി എന്ന് പറഞ്ഞാൽ റമദാൻ നമുക്ക് 18 ആ 20 ദിവസമായിട്ട് ഒരു ഭൂപ്രദേശം
ഒന്നടങ്കം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. വെള്ളവും ഭക്ഷണവും മരുന്നും ഇതെല്ലാം തടയപ്പെട്ടു. 100 കണക്കിന് ട്രക്കുകളിൽ ഭക്ഷണവും വെള്ളവും മരുന്നും മറ്റെല്ലാ സാമഗ്രികളും നൽകാൻ സംഘടിപ്പിച്ചതുണ്ട്. ലൈനായിട്ട് കിടക്കുകയാണ്, കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പാടില്ല. സാധാരണ കുട്ടികളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി പച്ചവെള്ളം കൊടുക്കരുത്, ഇവന് ഒരു സാധനം കൊടുക്കരുത്, പട്ടിണി കിടക്കട്ടെ, അവൻ നന്നാവുമെന്ന് നോക്കട്ടെ എന്നൊക്കെ സാധാരണ വീടുകളിൽ പറയാറുണ്ട് കുട്ടികളെ മര്യാദ പഠിപ്പിക്കാൻ. ഇത് ഇസ്രയേലിൻ്റെ ധാർഷ്ട്യതയാണ് ഞാൻ ഈ പറഞ്ഞത്. ഫലസ്തീൻ 10,000 ചെറിയ കുഞ്ഞു കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, വൃദ്ധരായ ആളുകൾ, സ്ത്രീകൾ, രോഗികൾ, അംഗഭംഗം വന്നവർ, മുറിവുകൾ പറ്റിയവർ, ചികിത്സിക്കാനൊന്നും സ്ഥലവും സൗകര്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു ജനതയുടെ ഭക്ഷണവും വെള്ളവും വെളിച്ചവും തടഞ്ഞു. മുസ്ലിം ലോകത്തിനോ മറ്റ് മാനുഷിക ലോകത്തിനോ നൊമ്പരപ്പെടുന്നില്ലല്ലോ. എന്താണ് ഇപ്പോൾ ഈ റമദാൻ കൊണ്ട് മുസ്ലിം ലോകവും മനുഷ്യരും സമ്പാദിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരാൾക്കൊരു വിഷമവുമില്ല. നീ അവരെക്കുറിച്ച് സംസാരിക്കുന്നതിന് ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടെയാണ് നേതാക്കൾ വരിക. അവരുടെയൊക്കെ ചിലവൊന്നും ഞാനിവിടെ പറയുന്നില്ല. 7 സ്റ്റാറിൻ്റെ മുകളിൽ സൗകര്യങ്ങൾ ഒരുക്കിയ ഹോട്ടലുകളിൽ ഇരുന്നാണ് സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ ഇടയിൽ 4 ഭാഗത്തു നിന്നും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന, എടുത്തു മാറ്റുന്ന, കളയുന്ന, അവർ ഈ ഒരാൾക്ക് വേണ്ടിയൊക്കെയാണ് ഒരു ലോഡ് ഭക്ഷണം വരണത്. അതും കഴിച്ച് മണിക്കൂറുകൾ സംസാരിക്കുന്നു. ഒരല്പം പോലും വിഷമമില്ല അവർക്കൊന്നും. നമ്മളെങ്ങും കാണുന്നില്ല, വിഷമപ്പെടുന്ന മനസ്സ് കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. ഒരു ധീരമായ നടപടിക്രമങ്ങൾ മനുഷ്യരെടുക്കാൻ തയ്യാറാകണ്ടേ? അങ്ങനെ ഒന്നടങ്കം ഒരു മനുഷ്യകുലം, അത് ഏഷ്യൻ രാജ്യമെന്നോ യൂറോപ്യൻ രാജ്യമെന്നോ ആഫ്രിക്കൻ രാജ്യമെന്നോ ഇല്ല. ഇത് മനുഷ്യരുടെ ഭക്ഷണമാണ് തടയപ്പെടുന്നത്. അതിനെതിരിൽ ശബ്ദിക്കാൻ മനുഷ്യന് ആത്മധൈര്യവും ശക്തിയും ഉണ്ടാകണം. അതാണ് ബദറിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഏറ്റവും ചുരുങ്ങിയത് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടെങ്കിലും നമുക്കറിയില്ലേ? വമ്പുറ്റ ഹംസ റളിയല്ല, ഒറ്റയ്ക്കാ ചോദ്യം, ചാടി ടമ്പിയ സൂവതിൽ മാറട. എത്ര കർക്കശമായ ശബ്ദമാണത്. അങ്ങനെ പറയാൻ ഒരു ശക്തമായ ഒരു തൻ്റെ ഇടം സ്വരൂപിക്കാൻ ഇസ്ലാമിക ലോകത്തിന് ഈ ബദറിൻ്റെ അന്ന് ചോറ് വച്ച് തിന്നുന്നതിനപ്പുറത്തേക്ക് ഈ സമൂഹം വളർന്നില്ലല്ലോ. അതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമതകളും ദാരിദ്ര്യവും പട്ടിണിയും ദാഹവും റഹ്മാനായ അള്ളാഹു അവൻ്റെ മഹത്തായ കഴിവുകൊണ്ട് നിറവേറ്റിക്കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവർക്ക് വിജയവും അവർക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.